ഹലോ, അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ സിമ്പിളായിട്ടുള്ളത് ആദ്യം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ മോട്ടീഫാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ബീഡ്സിൽ ഒരു 3 കട്ട് ബീഡ് ഇതേപോലെ സൂചിയിലൊന്ന് കോർത്തെടുക്കാം. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കുത്താതെ കുറച്ചൊന്ന് ചരിച്ച് കുത്തിയെടുക്കണം. കാരണം നമുക്കിതൊരു വി ഷേപ്പായിട്ടാണ് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കട്ട് ബീഡ്സും ഇതേപോലെ ഒരു 3 എണ്ണം കുത്തിയെടുത്തിട്ട് അതും ഒന്ന് ചരിച്ച് കുത്തുമ്പോൾ ഇത് ആദ്യത്തെ വി പോലത്തെ ഒരു ഡിസൈൻ കിട്ടി. ഇനി അതിൻ്റെ ഉള്ളിൽ രണ്ടാമതും ഇതേപോലെ 3 എണ്ണം കോർത്തിട്ട് അതും ഇതേപോലെ ചരിച്ച് കുത്തുക. ഇപ്പുറത്തതും കുറച്ച് ചരിച്ച് കുത്തുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു വി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി നടുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3 കട്ട് ബീഡ് ഉള്ളിലേക്ക് കോർത്തിട്ട് കുത്തിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ സീക്വൻസിന് ചുറ്റും ഇതേപോലെ ആ ഒരു ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡിസൈൻ അവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ അതവിടെ തന്നെ നമ്മൾ ആ മുകൾ വശത്ത് തന്നെ ഒന്നൊരു ലോക്ക് കെട്ടുപോലെ ഇട്ട് കൊടുത്തിട്ട് ബാക്ക് സൈഡ് കെട്ടിട്ട് അതവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൽ കട്ട് ബീഡ്സ് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ലീഫിന് നമ്മൾ ഈ ചെയ്ത മോട്ടീഫ് ഓരോന്നായി ഈ ഇങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ലീഫായിട്ട് ചെയ്ത് കൊടുക്കാം.